ഹലോ, അപ്പോൾ നമ്മളെ വീട് മാറണം. ഇനിയിപ്പോൾ നാളെ മാറണം. അപ്പോൾ തലേദിവസം ഞാൻ പോയിട്ട് നമ്മൾ വാടകയ്ക്ക് എടുത്ത വീട് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തുടച്ചിട്ടാകുമ്പോൾ അത് ഇത്ര ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. കുറച്ച് സർപ്പിൻ്റെ പൊടിയെല്ലാം ഇട്ട് നല്ലോണം കഴുകിയിട്ട് ഞാൻ മോപ്പ് കൊണ്ട് വലിച്ചെടുത്തു കേട്ടോ. അപ്പോൾ വെള്ളം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ആദ്യം വെള്ളം ഒഴിക്കുമ്പം ഞാൻ വിചാരിച്ചു പോവില്ലായിരിക്കും. നല്ലോണം കുറച്ച് നമ്മൾ ആ വാതിലിൻ്റെ അവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഈ വെള്ളം പുറത്തേക്ക് പോവില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പണിയെടുത്തു വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. എങ്കിലും കഴുകിയതപ്പോൾ കുറച്ചും കൂടെ വൃത്തിയായി കേട്ടോ. നല്ലോണം ക്ലീനായി. തുടയ്ക്കുന്നതിനേക്കാളും കഴുകിയപ്പോൾ നല്ല വൃത്തിയായി കേട്ടോ. അപ്പോൾ ഒരുവിധം കഴുകി വൃത്തിയാക്കിയിട്ടു. 2 റൂമാട്ടോ ഇവിടെയുള്ളത്. 2 റൂമും കഴുകിയിട്ടു. അത്യാവശ്യം ഒരു ഫാമിലിക്ക് നിൽക്കാൻ നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ ഞങ്ങളുടെ സാധനങ്ങൾ കുറച്ച് അധികമായിപ്പോയി, അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ വന്നിട്ടാകുമ്പം ഫില്ലാവുമെന്നറിയില്ല മൊത്തം. എങ്കിലും ഇപ്പം നല്ല വീടാട്ടോ. അതേപോലെ തന്നെ ഒതുങ്ങിയ നല്ലൊരു അടുക്കളയാട്ടോ. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ വീടിനുള്ള പോലെ കുറേ ബെർത്ത് ഉണ്ട്, അതായത് മേലെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കെട്ടി മേലെ വേണമെങ്കിലും വെക്കാമല്ലോ. നമ്മുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കെട്ടി വെക്കുന്ന സാധനങ്ങളല്ല കൂടുതൽ, പാത്രങ്ങളും ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ ഫർണിച്ചറുകളുണ്ടല്ലോ, സോഫ, അതുപോലെ ഡൈനിങ് ടേബിള്, പിന്നെ കട്ടിലുകൾ, അലമാര, സ്റ്റഡി ടേബിള്, പിന്നെ അതല്ലാണ്ട് ചില്ലറ കുഞ്ഞു ടേബിൾ വേറെ, പിന്നെ ഒരു മേക്കപ്പിൻ്റെ ഒരു കുഞ്ഞു ടേബിള്. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഞാൻ 2 വീഡിയോ കൂടെ ഒരു ദിവസം ഒരുമിച്ച് എടുത്തിട്ടേ ഉള്ളൂ. ആ വീട് വൃത്തിയാക്കിയിട്ട് വന്നു. നമ്മൾ കിടന്നുറങ്ങി. ഇവിടെ പാക്കിങ്ങും ഉണ്ടല്ലോ, രണ്ടും കൂടെ ആകുമ്പോൾ 2-3 ദിവസമായിട്ട് മൊത്തം അലച്ചിൽ തന്നെയാണ്. ഞാൻ രാവിലെ എണീറ്റു കേട്ടോ. എന്നാലും എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൂടെ എടുത്ത് വെക്കാനുണ്ട്. രാവിലെ എണീച്ച് പല്ലേച്ച് മുഖം കഴുകി. ബാക്കി ആരും എണീച്ചിട്ടില്ല. ഗിരിചേട്ടനും പിള്ളേരും എല്ലാം നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കുളിച്ചു. അപ്പോൾ എല്ലാവരും എണീറ്റ് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അമ്പോ, നമ്മളിപ്പോൾ ഈ വീട് വിറ്റിട്ട് പോവല്ലേ? അപ്പം നീ ചെറുതായിരിക്കുമ്പോൾ മുതലേ ഉള്ള വീടല്ലേ ഇത്? നമ്മൾ ഈ വീട് കൂടിയായിട്ട് 8 കൊല്ലമായി. നമ്മൾ ഡിസംബറിലാണ് ഈ വീട് കൂടിയായത്. നമ്മൾ ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മൾ പോലായി. അതായത് 2017 നമ്മൾ ഈ വീട് കൂടിയായത്. 2017 നമ്മൾ ഈ വീട് കൂടിയായി. 2024 ആകുമ്പോഴേക്കും നമ്മൾ ഈ വീട് വിട്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വിറ്റു അല്ലേ? അമ്പോ ഈ വീട് വിറ്റതിൽ സങ്കടം ഉണ്ടാകുമ്പോൾ വീണ്ടും നിങ്ങൾ സന്തോഷത്തോടെയാണോ പറയുന്നത്? സങ്കടം ഉണ്ടോ ഇല്ലയോ അത് പറ. ഉണ്ട്. അല്ല, ബാഗൊക്കെ അതിനേക്കാളും മുമ്പേ നീ ഒരു സത്യസന്ധ്യമായ കാര്യം പറ. നീ ഈ വീട് മിസ് ചെയ്യോ? എന്തുകൊണ്ട്? മറ്റേ വീട്ടിൽ തന്നെ ശല്യപ്പെടുത്താൻ പറ്റത്തില്ലേ? ചെറിയ വീട്ടിൽ ശല്യപ്പെടുത്താൻ പറ്റത്തില്ല അല്ലേ? ശല്യപ്പെടുത്തിയിട്ട് ഇവനെ ഞാൻ തല്ലാൻ പോകുമ്പോൾ ഇവനെ ഓടണമെങ്കിൽ എന്ത് വേണം? വലിയ വീട് വേണം അല്ലേ? ഓടാൻ സ്ഥലമില്ല ഇപ്പം. മറ്റേ അടുത്ത വീട്ടിൽ ഓടാൻ സ്ഥലമില്ല അല്ലേ? ചുറ്റുമേലെ കലാവിരുതെല്ലാം ചുറ്റുമ ചിത്രപ്പണികളും കൊത്തുപണികളൊക്കെ എടുത്ത ഒരു വീടാണിത്. അപ്പോൾ ഇനി വരുന്നവർ നല്ല പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുമായിരിക്കും. ഇത് എൻ്റെ കന്മഷി ആവാക സാധനങ്ങളാട്ടോ. മൊത്തത്തിലുണ്ട്, ഫുള്ള് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ ഉണ്ട് വരച്ച് വെച്ചിട്ട്. അപ്പോൾ ഇനി ചായ കുടിക്കണം. ചായ കുടിക്കാൻ ഞാൻ പാക്കറ്റ് ചപ്പാത്തി വെച്ചിട്ടുണ്ട്. പാക്കറ്റ് ചപ്പാത്തിയും ചിക്കൻ കറിയും. മീത്ത ടാങ്കിൽ വെള്ളം നിറഞ്ഞു. ഇത് നമ്മുടെ ലാസ്റ്റത്തെ മോട്ടർ ഇടല കേട്ടോ. ഇനി മോട്ടർ ഇടണ്ടല്ലോ, ഇവിടെ മോട്ടറിട്ട് വെള്ളം നിറയ്ക്കണ്ടല്ലോ. മോട്ടറിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് പോവാം നമുക്ക്. അപ്പോൾ ഞാൻ മോട്ടർ ഓഫാക്കാൻ പോവുകയാണ്. ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ക്ലീൻ ആക്കാനൊന്നും പോയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ആക്കാൻ നിൽക്കാതെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഓരോന്നായി പാക്ക് ചെയ്തിട്ട് ഞാൻ പുറത്ത് കൊണ്ടുവച്ചു കേട്ടോ. തുണികളൊക്കെ ബാഗിലാക്കി ഞാൻ പുറത്ത് കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി പണികൾ ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വൃത്തിയാക്കാനൊന്നും പോയില്ല. അതുകൊണ്ട് നാശകോശമായി തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ തുണികളും അതൊക്കെ മടക്കി എല്ലാം ബാഗിലാക്കി. പക്ഷെ എങ്കിൽ പോലും പുറത്തുണ്ടാകുന്ന ചില്ലറ തുണികൾ ഉണ്ടാവുമല്ലോ,
അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഷിഫ്റ്റിങ്. അപ്പോൾ ഇതിപ്പം എന്തെല്ലാം വെച്ചാലും പിന്നെയും അവിടെ ഇവിടെയൊക്കെ കാണുന്നു, ഒന്നും ഒരു ശരിയാവുന്നുമില്ല കേട്ടോ. നമ്മൾ ഇന്ന് കിടന്ന ബെഡ്ഷീറ്റും ഈ തലയണയെല്ലാം എടുത്തിട്ട് ഒരു കവറിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തന്നെ അവിടെ പോയി ഇരിക്കാമല്ലോ. പിന്നെ ഇതിപ്പോൾ ഇട്ടിട്ട് ഇന്നലെ ഞാൻ വെച്ച് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇനി പോയിട്ടെല്ലാം കൂടെ ഒന്നരപ്പാട് അലക്കാൻ നിൽക്കേണ്ട. പക്ഷെ മുമ്പ് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അതായത് പിന്നെ എല്ലാം അപ്പം അലക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ചതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ ഇങ്ങനെ അറിഞ്ഞും കണ്ടും വരുമ്പോഴാണ് ഇത് മറ്റേ OCD ആണോ എന്ന് ഡൗട്ട്. ഇപ്പം ഓരോന്നിനും ഓരോ നാമകരണം ഉണ്ടല്ലോ. ആഫ്റ്റർ ഡെലിവറി ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഡിപ്രഷൻ അല്ലേ, ഡിപ്രഷൻ എന്ന് പറയും. ആഫ്റ്റർ ഡെലിവറി ഉണ്ടാവുന്നതിന് ഡിപ്രഷനും, അതുപോലെ ഇപ്പോൾ ഈ ഓവറായിട്ട് വൃത്തിയാക്കുന്നതിന് OCD ആണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വൃത്തിയാക്കുന്നത് ശരിക്കും കാണാനില്ലെങ്കിലും ഞാൻ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും കാണാനില്ല, കാരണം കുഞ്ഞുള്ളതുകൊണ്ടായിരിക്കും ഒന്നും ചെയ്യുന്നത് കാണാനില്ല. പക്ഷേ എപ്പോഴും ഒരു 2-3 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് എപ്പോഴും അലക്കാറുണ്ട്. പിന്നെ എങ്ങനെയാണെങ്കിലും അലക്കാറുണ്ട്, ഈ ബ്ലാങ്കറ്റ് അടക്കം അലക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ എടുത്ത് ഒരു കവറിലിട്ട് വെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഈസിയായി. പിന്നെ ഓരോരോ സാധനങ്ങളായിട്ട് പെറുക്കി കൊണ്ടുവെക്കുക കേട്ടോ. എൻ്റെ അടുക്കളയിൽ നമ്മൾ എടുത്ത് വെച്ച പാത്രങ്ങളുണ്ടായിരുന്നു കുറേ. ഇപ്പോൾ ഉപയോഗിക്കാത്ത പാത്രമൊക്കെ ചാക്കിൽ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് നേരെ കൊണ്ട് അവിടെ തന്നെ വെക്കാമല്ലോ. പിന്നെ പുറത്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എടുക്കുന്ന കുറച്ച് പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇതിങ്ങനെ കെട്ടി വെച്ചെടുത്ത് തന്നെ വെക്കാൻ തോന്നും. കലവും പാത്രമെല്ലാം കൊണ്ടുവെക്കാൻ വേണ്ടി ഞാൻ അമ്പൂനെയും കൂടെ സഹായത്തിന് വിളിച്ചിട്ട് ഷിറ്റുവിന് ഞാൻ കുറച്ച് സമയം ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തി. കാരണം അവന് 1 മിനിറ്റ് പോലും നിൽക്കുന്നുണ്ടായിട്ടില്ല, എപ്പോഴും അവൻ അതിലേയും പായുന്നുണ്ടായിരുന്നു. കാരണം ഒന്നാമതേ നമുക്ക് ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗേറ്റ് മൊത്തം പൂട്ടി വെക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തായാലും തുറന്നിടേണ്ടി വരും. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ ഇവൻ ഇറങ്ങി ഓടും, പിന്നെയും പിടിച്ചുകൊണ്ട് വരും, പിന്നെയും അവനോടും. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഫോൺ വെച്ച് കൊടുത്തു കേട്ടോ. കാരണം ഒന്നാമത് നമ്മൾ ഈ പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തന്നെ കാലും കൈ വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഓട്ടം കൂടി ആകുമ്പോൾ നമുക്ക് ആകെ ക്ഷീണം പിടിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉച്ചക്കത്തേക്കുള്ള കഞ്ഞിയും കറിയും അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞി ഒരു തോരന് മാത്രം ആക്കി. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഏകദേശം എല്ലാം എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ആദ്യത്തെ ട്രിപ്പ് ഉള്ളിലുള്ള ചെറിയ ഈ ഞാൻ കൊണ്ടുവച്ച പാത്രങ്ങളൊക്കെ ഞാനും അച്ഛനും കൂടെ തന്നെ കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞു. വണ്ടിയിൽ പരമാവധി സാധനങ്ങൾ വണ്ടിയിൽ കയറ്റി, അടുക്കളയിലത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോവാം കേട്ടോ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല മേലേക്ക്. നമ്മുടെ തറവാട് വീടിൻ്റെ തൊട്ടടുത്താട്ടോ ഈ വീട് വരുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെ കൊണ്ട് അവിടെ വെച്ചിട്ട് ഇനി അടുത്ത ട്രിപ്പ് ഒന്നും കൂടി വരണം. അപ്പോൾ ഇതാണ് നമ്മൾ വാടകയ്ക്ക് എടുത്തു പറഞ്ഞ വീട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വീടാണ് നമ്മൾ തറവാട് വീട്. അപ്പം എല്ലാം അടുത്തടുത്ത് തന്നെ ആയി. പിന്നെ അങ്ങനെ വാതിലൊക്കെ തുറന്ന് ഞാൻ നല്ലൊരു വീട് കിട്ടാം, ഒന്നും പറയാനില്ല, അടിപൊളി വീട്. പിന്നെ കുറേ അടിച്ച് വാരി തുടച്ച് വലിയ വീട് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ല ചെറിയ വീട് തന്നെയാണ്. എനിക്ക് എപ്പോഴും അന്നും ഇന്നും എല്ലാം ചെറിയ വീടാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ചുമ്മാ വലിയ വീട് കെട്ടുന്നതിലൊന്നുമല്ല കാര്യം. ചെറിയ വീടുണ്ടെങ്കിൽ നല്ല സമാധാനത്തിൽ ജീവിക്കണം എന്നേ ഉള്ളൂ എനിക്ക്. വലിയ വീടിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ വെക്കാൻ പോകുന്ന വീട് കുറച്ച് വലുതായിപ്പോയി. കാരണം ഞാൻ ചെറിയ അളവാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഗിരീഷേട്ടന് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കുറച്ച് വലുതായിപ്പോയി. പിന്നെ ആളുടെ ഇഷ്ടം അങ്ങനത്തെ വീടാണ്. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് വെക്കുക. പിന്നെ ഈ തൂക്കുന്നതും അടിക്കുന്നതും തുടയ്ക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ട്. എപ്പോഴും ഇത് വൃത്തിയാക്കി കൊണ്ടു നടക്കണമല്ലോ. വീട് വെച്ചാൽ മാത്രം പോരല്ലോ, അതുപോലെ ക്ലീനാക്കി കൊണ്ടു നടക്കാനും ഉണ്ടല്ലോ. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അപ്പോൾ പ്ലാനൊക്കെ ഏകദേശം നമ്മൾ രണ്ടുപേരും കൂടെ ഓക്കെ ആക്കിയതാട്ടോ. നമ്മൾ വേറൊരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുപോലത്തെ പ്ലാൻ ആക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ആ വീടിൽ നിന്ന് കുറച്ച് റെഫറൻസ് എല്ലാം എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ആക്കിയ പ്ലാനാട്ടോ അത്. ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ച് കാണിച്ചൊക്കെ കൊടുത്തു. ബാക്കി നമ്മൾ എൻജിനീയർ ശരിയാക്കി തന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നാക്കി ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആ കൊണ്ടുവരുന്നതിൽ തന്നെ ചെറിയ പൊടികളും അങ്ങനത്തെ ചെറിയ പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ ഞാൻ തട്ടിൻ്റെ മീത്ത് എടുത്ത് വെച്ചു. പിന്നെ പണി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട്, ഇത് വെച്ചാലും തീരുന്നില്ല. നമ്മൾ വീട് മാറുക എന്ന് പറയുമ്പോൾ ഈസി ആണെങ്കിലും എടുത്ത് വെച്ചാലും ഒന്നും ശരിയാവുന്നുമില്ല. ഞാൻ വിചാരിച്ചു എല്ലാം പെട്ടെന്ന് റെഡിയാവുന്നു, പക്ഷേ
എത്ര ഇപ്പോൾ ഒരു ദിവസമായി, പിന്നെ ഫുള്ള് 2 ദിവസമായി ഇപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ നടക്കുന്നു. ഒന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ പാത്രങ്ങളിൽ ഞാൻ കൊണ്ടുപോയി ഉള്ളിൽ വെച്ചു. മേലെ ഇങ്ങനെ ബെർത്ത് ഉള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് കുറേയൊക്കെ അതിനകത്ത് കയറ്റി വെക്കാം. കുഞ്ഞടുക്കള ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി കുറച്ച് പാത്രങ്ങൾ മാത്രം താഴെ വെച്ചിട്ട് ബാക്കിയെടുത്ത് മേളെ വെക്കും ഞാൻ. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ പിന്നെ ഒരു ദിവസം വന്നിട്ട് മെല്ലെ ചെയ്യാം. ഇനിയും സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാനും അച്ഛനും കൂടെ വന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അവർ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ ഫർണിച്ചറെല്ലാം ടെമ്പോയിൽ കൊണ്ടുവരാമല്ലോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് പറ്റുന്നത് കൊണ്ടുപോയി നേരത്തെ വെക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് പണി കുറഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെച്ചു. ഇതാണ് വീടിൻ്റെ അടുക്കള കേട്ടോ. അടുക്കള ഇതാണ്. അപ്പോൾ നമ്മൾ താഴെ വീട്ടിലേക്ക് പിന്നെയും വന്നു. പിന്നെ ഇനി ഈ സാധനങ്ങളൂടെ കയറ്റിയാൽ ഫുള്ളാവും. നമ്മളിതൊക്കെ എല്ലാം ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചു. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ളതും ഷെൽഫിൻ്റെ ഉള്ളിലുള്ളതും എല്ലാ സാധനങ്ങളും മാറ്റി. പിന്നെ കട്ടിലുകളൊക്കെ ടെമ്പോയിൽ കയറ്റിയിട്ടാണ്. അപ്പോൾ ബെഡൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ബെഡിൻ്റെ മുകളിൽ സ്ലൈഡ് പോലെയൊക്കെ കളിക്കുന്നുണ്ട്. ഇതിങ്ങനെ മാറിയിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതെല്ലാം എടുത്ത് വെച്ച് ഒരു റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഞ്ഞിയായിട്ട് കുറച്ച് വെച്ചായിരുന്നു അമ്മ. അപ്പം കറി പയർ ഇങ്ങനെ കുറച്ച് എണ്ണ വെച്ച് നീരുള്ളിയിലിട്ട് ജസ്റ്റ് ഒരു മെഴുക്കുവരട്ടി പോലെ ആക്കിയെടുത്തു. പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയാക്കി ഉച്ചക്കത്തേക്ക്. അപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിച്ചു. വിശന്ന് കുടൽ കഴിഞ്ഞിട്ട് വയ്യായിരുന്നു. രാവിലെ ആ ചപ്പാത്തി കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പണിയും കൂടി എടുക്കുമ്പോൾ നമുക്ക് നല്ലോണം വിശക്കുമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഞ്ഞി കുടിച്ചു. അച്ഛനും അമ്മയും ഞാനും എല്ലാവരും കഞ്ഞി കുടിച്ചു. ഒരു പ്ലേറ്റും നമ്മൾ ഈ കഞ്ഞി ആക്കിയ പാത്രങ്ങൾ മാത്രം ഇവിടെ വെച്ചു. ബാക്കി എല്ലാ പാത്രങ്ങളും കൊണ്ടുപോയിട്ട് മേലേക്ക്. എല്ലാം ലാസ്റ്റ് ബാക്കി വന്ന ഈ വേസ്റ്റൊക്കെ നമ്മൾ അടിച്ചു കൂട്ടും കേട്ടോ. അടിച്ചു കൂട്ടിയിട്ട് പുറകിൽ എന്തായാലും തീ ഇട്ടിട്ടുണ്ട്. കുറേ കളയേണ്ട വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു കൂട്ടി തീ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ അടിച്ചു കൂട്ടി തീ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടിച്ച് ക്ലീനാക്കി ഇട്ടിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഈ വീട് പെയിൻ്റൊക്കെ അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പെയിൻ്റ് അടിക്കുന്ന ആളെയൊക്കെ കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ കുറേയൊക്കെ ഒതുക്കി വെച്ച് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ കൂടാം. ഇനിയിപ്പോൾ നാളെ രാവിലെ ആദ്യം പോയിട്ട് കുറച്ചും കൂടെ പണിയുണ്ട്. ഒരു വീട് നമ്മൾ ഒതുക്കി പെറുക്കി എടുക്കണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കുമല്ലോ. അപ്പോൾ വൈകുന്നേരം വന്നു. പിന്നെ ഷിട്ടുമോനും കഞ്ഞി കൊടുക്കുക കേട്ടോ അമ്മ. ഞങ്ങളെല്ലാവരും കുളിച്ചു. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ പൊറോട്ട കഴിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരത്തേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ക്ഷീണം പിടിച്ചു. ഇന്നത്തെ ഒരു ദിവസം മൊത്തം നമുക്ക് എല്ലാവർക്കും ക്ഷീണം പിടിച്ചു. കാരണം എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങിയ പണിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ. നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.